തളിപ്പറമ്പ് മണ്ഡലത്തിൽ പാർട്ടിക്കെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദനെ CPM പുറത്താക്കും. ഗോവിന്ദന്റെ നാടായ മലപ്പട്ടത്ത് ഇന്ന് നടക്കുന്ന വിശദീകരണ യോഗത്തിൽ MV ജയരാജൻ ആരോപണങ്ങൾക്ക് മറുപടി പറയും. സ്വന്തം നാട്ടിൽ ടി.കെ. ഗോവിന്ദനെതിരെ പാർട്ടി പ്രവർത്തകർ പ്രകടനം നടത്തി. എന്തായാലും തളിപ്പറമ്പിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തത്സമയം തന്നെ അറിയാം. വിജേഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്നും സെയ്ഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകും. വിജേഷ് ഗോവിന്ദനിലേക്കാണ് ആദ്യം. വിജേഷ്, അപ്പോൾ സ്വാഭാവികമായിട്ടും MV ജയരാജൻ അടക്കം ഇന്നലെ പ്രതികരിച്ചു. കൃത്യമായി ടി.കെ. ഗോവിന്ദൻ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണത്തിൽ നിന്ന് തന്നെ പാർട്ടി എന്ത് നിലപാടിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പോൾ ഇനി ആ കടുത്ത നടപടിയിലേക്ക് CPM കടക്കുക തന്നെയാണ്. അതിനപ്പുറത്തേക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ എതിരില്ലാതെ തന്നെ CPM-ന്റെ ഒരു വലിയ ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ ഉയരുന്ന ചില എതിർ ശബ്ദങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തരത്തിലുള്ള തലവേദനയും സൃഷ്ടിക്കുന്നുണ്ട്. ജിൽസി, ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ രാവിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ തന്നെ ചില തരത്തിലുള്ള റൂമറുകൾ വന്നിരുന്നു. മറ്റൊരു സ്ഥാനാർത്ഥി കൂടി CPM-ന് വിമതനായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ അത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാകുമെന്നുള്ളൊരു ഒരു കാര്യത്തിനകത്ത് സ്ഥിരീകരണം ലഭിക്കുന്നതിന് നമുക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നു. കാരണം ഇത്തരത്തിൽ CPM-ന്റെ ശക്തി കേന്ദ്രമായ മലപ്പട്ടത്തു നിന്നുള്ള ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ പാർട്ടിയുടെ ശത്രുവായി മാറുമെന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്ന ആയിരുന്നില്ല CPM-നും അതിന്റെ നേതൃത്വത്തിനും. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ടി.കെ. ഗോവിന്ദൻ ഇതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അത് CPM-ന്റെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ അറിയാമായിരുന്നു. അനൌദ്യോഗികമായി ടി.കെ. ഗോവിന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നു. EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരായിരുന്നു ഈ അനുനയ നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഈ വാർത്ത നൽകുന്ന ഘട്ടത്തിൽ 12:45 നമ്മൾ ഈ വാർത്ത നൽകുന്നത്. ആ ഘട്ടത്തിൽ പോലും CPM-ന്റെ മയ്യിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ടി.കെ. ഗോവിന്ദൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർ വിളിച്ച കോളുകൾക്ക് മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് 3:40 കൂടിയാണ് നമ്മൾ ആദ്യം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നൽകുന്നത്. അതിനു മുൻപ് ഒരു മുതിർന്ന അംഗം കണ്ണൂർ ജില്ലയിൽ പാർട്ടി വിടാൻ വേണ്ടി പോകുന്നു, തളിപ്പറമ്പിൽ വിമതനായി രംഗത്തുണ്ടാകും എന്നുള്ളതായിരുന്നു നൽകിയ വാർത്ത. പിന്നീട് ഈ 3:40 അദ്ദേഹം സ്ഥിരീകരിച്ച് പറഞ്ഞു, ഞാൻ സ്വതന്ത്രനായിട്ട് തളിപ്പറമ്പിൽ മത്സരിക്കും, UDF-ന്റെ പിന്തുണ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കും എന്നുള്ളതായിരുന്നു ടി.കെ. ഗോവിന്ദന്റെ അഭിപ്രായ പ്രകടനം. അത് കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്തി, വിശദമായ വാർത്താ സമ്മേളനത്തിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പറഞ്ഞു. ഒപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് MLA-യുമായിട്ടുള്ള MV ഗോവിന്ദന്റെ MLA ഫണ്ട് വിനിയോഗം, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ അദ്ദേഹം മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. വർഷാന്ത്യത്തിൽ നടത്തുന്ന പരിപാടിയാണ്. ആ പരിപാടിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചൊക്കെ വലിയ തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം PK ശ്യാമളയ്ക്കെതിരെയുള്ള ആരോപണങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന ഘട്ടത്തിൽ പ്രവാസി വ്യവസായിയായ സാജൻ പാറയലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ MV ഗോവിന്ദനെയും അതുപോലെ തന്നെ PK ശ്യാമളയും ഒക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകളും ടി.കെ. ഗോവിന്ദൻ ഉന്നയിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. UDF-ന്റെ പിന്തുണ കിട്ടിയാൽ അത് സ്വീകരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി യോഗവും CPM ഇന്നലെ തന്നെ വിളിച്ചു ചേർത്തിരുന്നു. അതിനു മുൻപ് മലപ്പട്ടത്ത്, അതായത് ടി.കെ. ഗോവിന്ദന്റെ ജന്മനാട്ടിൽ വലിയ തരത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് CPM നടത്തി. ഇത് CPM-ന്റെ ഒരു ശക്തി പ്രകടനം കൂടിയാണ്. ടി.കെ. ഗോവിന്ദൻ മലപ്പട്ടത്ത് പോയാൽ CPM-ന് ഒന്നും സംഭവിക്കില്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ മരുമകളെ അടക്കം മുൻനിരയിൽ നിർത്തിക്കൊണ്ട് പ്രകടനം നടത്തിയത്. ഇനിയിപ്പോൾ CPM-ന്റെ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രമണി അംഗമാണ്. ഇനി അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കൗതുകമുള്ള കാര്യമാണ്. ഒപ്പം തന്നെ മരുമകളടക്കമുള്ള മറ്റ് കുടുംബാംഗങ്ങൾ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തത്. ഇനി ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് സമീപനം സ്വീകരിക്കുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നിപ്പോൾ വൈകിട്ട് 4:30-ക്കാണ് CPM മലപ്പട്ടത്ത് വിശദീകരണ യോഗം വിളിക്കുന്നത്. വർഗവഞ്ചകൻ എന്ന് ഇന്നലെ തന്നെ പാർട്ടി ടി.കെ. ഗോവിന്ദനെ അത്തരത്തിൽ വിശേഷിപ്പിച്ചു. ഇനിയിപ്പോൾ CPM-നെ ഒറ്റുകൊടുത്ത നേതാവ് എന്നുള്ള രൂപത്തിലുള്ള വിശദീകരണങ്ങളാവും CPM-ന്റെ ഭാഗത്തുണ്ടാവുക. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത്ര വലിയൊരു ചതി ടി.കെ. ഗോവിന്ദന്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ CPM-ന് ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാമെന്നുള്ളൊരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ടി.കെ. ഗോവിന്ദനെ തളിപ്പറമ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് ഇത്തരത്തിലുള്ളൊരു ചതിക്ക് പിന്നിലെന്നാണ് CPM പറയുന്നത്. പക്ഷേ നീതികേട് കാണിച്ചു, പാർട്ടി ഒരു തരത്തിലും ഇല്ലാത്ത ഒരു ശൈലി തളിപ്പറമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ടി.കെ. ഗോവിന്ദൻ പറയുന്നു. മറുഭാഗത്ത് UDF-ൽ
അദ്ദേഹത്തിന് പിന്തുണ നൽകാമെന്നുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ അതിനെതിരെ പ്രാദേശികമായ തലത്തിൽ വലിയ തരത്തിലുള്ള പ്രതിരോധം ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ മയ്യിൽ, അതുപോലെ തന്നെ കൊളച്ചേരി, ചേലേരി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർ, പ്രാദേശിക പ്രവർത്തകർ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ DCCയെ ഇതിനകത്തുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. TK ഗോവിന്ദനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടി അംഗത്വം രാജിവെക്കുന്നതടക്കമുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിരോധങ്ങളുമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി TK ഗോവിന്ദന്റെ കാര്യത്തിനകത്ത് UDF എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാകും. അങ്ങനെ ആകെപ്പാടെ തളിപ്പറമ്പ് മണ്ഡലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ വിവാദങ്ങളുടെ കേന്ദ്രം കൂടിയായി മാറിയിരിക്കുന്നു തളിപ്പറമ്പ് എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരുന്ന എതിർ സ്വരങ്ങൾ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്.